ഞാനിന്ന് നല്ലൊരു മുല്ലയുടെ ഒരു തോട്ടത്തിലാണ്. മുല്ലയുടെ തോട്ടമാണ്. അപ്പം മുല്ലപ്പൂ എല്ലാം പറിച്ചു കഴിഞ്ഞു. അപ്പം മുല്ലയായിട്ട് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് പിന്നിലായിട്ട് തോട്ടത്തിലെ തോട്ടക്കാരൻ അപ്പച്ചൻ നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല പീലി വിരിച്ച നല്ല പീലിയുള്ള മയിലിനെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു മുല്ലത്തോട്ടമാണ് കേട്ടോ ഇത്. അടുത്തത് ഈ മുല്ലത്തോട്ടത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളിയുടെ തോട്ടമുണ്ട്. അപ്പൊ ഉള്ളി നട്ടേക്കുകയാണ് കേട്ടോ. ഉള്ളി ഇങ്ങനെ വരി വരിയായിട്ട് നട്ടേക്കുവാണ്. സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ഈ തോട്ടം ഇങ്ങനെ വെച്ചിട്ട് മുറിച്ച് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഉള്ളിക്കൃഷി ഇങ്ങനെ വരി വരിയായിട്ട് നട്ടേക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിയുടെ കൃഷിയെക്കുറിച്ച് നമുക്ക് തോട്ടക്കാരൻ അച്ചായനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ നമ്മളെ തോട്ടക്കാരൻ അപ്പച്ചന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളിനി അപ്പച്ചനോട് സംസാരിക്കാൻ പോകേണ്ട വഴിയാണ് കേട്ടോ ഇത്. ഇത് മുഴുവൻ ചേറാണ് കേട്ടോ. വഴുതി നമ്മൾ വീഴും. ഇതുപോലെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നത്. சீரகிழங்கு சீரகிழங்கு தண்ணி விழுந்துருக்கும். இன்னும் ஒரு மாதம் ஆகணும். ஒரு மாதம் உள்ள கிழங்கு மாதிரி இருக்கும். இடம் பூரா எங்களுக்கு தான். ஓ, இது வந்து உள்ளி போட்டுருக்கு. இங்க சிறுகிழங்கு மீன்ஸ் கூர்க்கைയാണ് കേട്ടോ. அது அதுக்கு வேற ஆளுக்கு இந்த பொழிக்கு விட்டு போறாங்க. அதெல்லாம் வேற ஆளுக்கு பங்காளியா? சரி சரி. உங்களுக்கு மட்டும் തോട്ടം இந்த பனைக்கு கிட்டு. சரி 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 சரி. அப்போ വലിയൊരു തോട്ടത്തിന്റെ ഉടമയാണ് ഈ നിൽക്കുന്ന. പേരെന്നാ? ஆமா, சுத்தி பாக்குறதுக்கு எனக்கு தோட்டம் ரொம்ப பிடிக்கும். இந்த கிருஷி இந்த விவசாயம் எல்லாம் எனக்கு ரொம்ப பிடிக்கும். அப்ப அது சுத்தி பாக்குறதுக்கு தான் வந்திருக்கு. இல்ல உங்க பேர் என்ன? അപ്പൊ ഈ കാണുന്നതാണ് ഈ ഞാൻ നിൽക്കുന്ന ആ ഭാഗത്തെ കൃഷി എന്ന് പറയുന്നത് കൂർക്കയാണ് കേട്ടോ. കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഏകദേശം പനിനീർ കൂർക്കയുടെയൊക്കെ ഇലയുടെ അതേ ഷേപ്പിലുണ്ട്. മണം അതല്ലെന്ന് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം അതിന്റെ ഒരു തോട്ടമുണ്ട്. പിന്നെ ഞാൻ കാണിച്ച ഉള്ളിക്കൃഷിയുണ്ട്. അപ്പൊ ഈ രാത്രിയാകാൻ പോവാണ്. അപ്പോഴത്തേനും ഇപ്പൊ ഈ ചിറ പോലത്തെ എന്തോ ഒരെണ്ണം വിട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം തിളച്ച് അദ്ദേഹം അത് വൃത്തിയാക്കിയിട്ട് വരാമെന്നാ പറഞ്ഞു. എന്നിട്ട് കൂടുതൽ ഈ തോട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് പോയേക്കുവാണ്. അപ്പം ഭയങ്കര തിരക്കിലാണ് കർഷകൻ, നമ്മുടെ കൃഷിക്കാരൻ. അപ്പൊ എന്താണ് ആദ്യം ഈ ഭാഗം എല്ലാം ഒന്ന് വരമ്പ് പോലെ ഇങ്ങനെ വെട്ടി വീണു. കാരണം വെള്ളം തുറന്നു വിട്ടേക്കുവാണ്. അപ്പൊ ആ വെള്ളം ഇവിടെ എല്ലാം വരണം. ഈ ഓരോരോ സ്ക്വയർ പോലെയുള്ള ഓരോ ഭാഗത്തും വരണം. അതിനുവേണ്ടി ഇങ്ങനെ വെട്ടി വിടുവാണ്. ഇദ്ദേഹത്തിന്റെ തോട്ടമാണ് ഈ കൂർക്കയും പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ മുമ്പിൽ കണ്ട മുല്ലയും അതൊക്കെ ചേർന്ന ഒരു വലിയൊരു ഏരിയ മുഴുവൻ അദ്ദേഹത്തിൻ്റെയാണ്. വലുതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ തോട്ടമാണ്. കണ്ടോ, അദ്ദേഹത്തിന്റെ സ്വന്തം തോട്ടമാണ് കേട്ടോ. പക്ഷെ എന്തൊരു സിംപ്ലിസിറ്റി ആണല്ലേ. അപ്പൊ പുള്ളിയുടെ തോട്ടമാണ്. പിന്നെ തൊട്ടടുത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബന്ധുക്കളുടെയും കൂട്ടുകാരന്മാരുടെയും ഒക്കെ തോട്ടങ്ങളാണ്. അപ്പൊ അദ്ദേഹം ഈ സമയം ആയപ്പോഴത്തേക്കിനും ഈ വരമ്പെല്ലാം ഇങ്ങനെ ഭയങ്കര മണ്ണാണ്. കുഴഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചവിട്ടാൻ പോലും പറ്റത്തില്ല. മൊത്തം ഇങ്ങനെ എന്താ പറയുക, വരമ്പുകളുടെ സൈഡിലെല്ലാം ഇങ്ങനെ വെട്ടി ചാല് പോലെ വെട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൂടെ വെള്ളം ഇങ്ങനത്തെ വെള്ളം വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ഞാൻ നടന്നു വന്ന വെള്ളച്ചാലില്ല, അതുവഴി അതിൽ നിന്ന് ഇങ്ങനെ വെട്ടി വിടുകയാണ്. അപ്പോൾ വെള്ളം കുറേ സമയം കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഓരോ കൃഷിയിടങ്ങളിലും ഇങ്ങനെ വെള്ളം വരും. അതിനു വേണ്ടിയിട്ടുള്ള ഇതിലാണ്. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. പേര് വയസ്സൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. ഇത് കണ്ടോ, അപ്പച്ചൻ ഇങ്ങനെ ചാല് കീറി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം, ആ വരുന്ന വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുഴിഞ്ഞു പോകും കേട്ടോ.
അതുപോലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഇങ്ങനെ ഓരോ വഴിക്കൂടെ ഇങ്ങനെ ചാല് വെട്ടി 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 വിട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം മുഴുവൻ ഇങ്ങനെ ഓരോ കൃഷിയിടങ്ങളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ചാലെല്ലാം വെട്ടി വിട്ട് ഇരിക്കുവാണ്. വെള്ളം ഓരോ കൃഷിയിടങ്ങളിലേക്ക് ഇങ്ങനെ വെള്ളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടോ, ഓരോ ചാലിങ്ങനെ വെട്ടി വെട്ടി വിടുകയാണ്. ഇതെടുത്ത് ഇതങ്ങിട്ടാ ചെറുതായിട്ട് ചെവിക്ക് ഒരു കേൾവിക്കുറവുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പം അദ്ദേഹത്തിന് കേൾക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഒത്തിരി തവണ ചോദിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് സംഭവം. വീണതാണ് കേട്ടോ. ഇവിടെ എല്ലാം നല്ല ഡ്രൈ ആയി കിടക്കുക കേട്ടോ. ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. ഇവിടെ ഒന്നും താഴ്ചയൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് കിടക്കുക. നിങ്ങ പേരെന്നാ? പേര് செல்வம். எவ்வளோ வயசு இருக்கு உங்களுக்கு? വയസ്സ് 63 വയസ്സുണ്ട്. സെൽവം എന്നാണ് പേര്. ഒരു പേരന് പേത്തി 63 പേരന് പേത്തി இருக்கா உங்களுக்கு? பையன். சரி சரி. ஒரு பையன் தான். ஒரு பையன். ஒரு பையனுக்கு ஒரு பேரன் பேத்தி. இல்ல ஒரு பையன். இதுதான் உங்க ட்ரெஸ்ஸா? இந்த இந்த விவசாயம் பண்ணும்போது இதுதான் உங்க ட்ரெஸ்ஸா? இதுதான் போடுமா வேலை? ஒண்ணு போதும்.